ഗുണ്ടായിസം അല്ലാതെ ഇവിടെ വേറെ ഒന്നും നടക്കുന്നില്ല. ഞങ്ങളാണ് പരാതി കൊടുത്തിരുന്നത്. മക്കളെ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങൾ എവിടെ പോകാൻ? കള്ളത്തരം പറയുന്നു. കച്ചവടക്കാർ കെട്ടിയെന്ന് പറഞ്ഞു. പാവപ്പെട്ടവന്റെ നെഞ്ചിൽ കുടിയാണ്. എന്നറിയോ? ഇവരൊക്കെ നാളെ പോയി എവിടെ പോയി ഞങ്ങളുടെ ഉപജീവനം സംരക്ഷിക്കും. അതുകൊണ്ട് ഞങ്ങൾ ജീവൻ കൊടുക്കണമെങ്കിൽ ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല. ഈ സാധനം കൊണ്ട് കളയാൻ പറ്റിയാണ്. അപ്പൊ അവര് ഞങ്ങൾക്ക് പറഞ്ഞത് ഈ മാർക്കറ്റ് നിങ്ങൾക്ക് താൽക്കാലികത്തേക്കുള്ളതാണ്. ഈ മാർക്കറ്റ് ബിൽഡിംഗ് കെട്ടി നിങ്ങൾക്ക് വിദേശ മാർക്കറ്റ് പോലെ താഴെ ബാറുകളെല്ലാം ഇട്ട് അമ്മച്ചില്ലാർക്ക് ഇരിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ മാറ്റിയത്. ഇപ്പൊ ഞങ്ങൾ ഇതൊരു സുപ്രഭാതത്തിൽ വന്ന രാത്രിയാകുമ്പോ അത് ഇടിക്കും. അപ്പൊ ഞങ്ങൾ എവിടെയാ പോകാൻ? മക്കളെ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങൾ എവിടെ പോകാൻ? ഒരാള് ജോലി ചെയ്താൽ കഴിയാൻ പറ്റുമോ ഇപ്പോഴത്തെ വെള്ളസൗകര്യത്തിന്? ഒരു പെണ്ണാണ് ജോലിക്ക് പോയാലല്ലേ ജീവിക്കാൻ പറ്റുമോ? 2-3 മക്കളെ പഴയതുപോലെയാണ്. ഒരാഴ്ചയിൽ കയറിയ 1000 രൂപ ഡോക്ടറിന് കാണിക്കണം. കാണിച്ചാലേ നമ്മൾ അതിന്റെ അകത്ത് കയറ്റും. എന്ത് ചെയ്യും? നിങ്ങൾ ഇതൊക്കെ രാത്രി ഗുണ്ടായിസം കാണിച്ച് എല്ലാം മാറ്റിയാൽ ഞങ്ങൾ മീനെ കൊണ്ടുവന്ന് എവിടെയാ പോകും? ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് അറിയാമെങ്കിൽ ഞങ്ങൾ തറ തന്നാ മതി. ഇതൊക്കെ സിമെന്റ് തറ തന്നാലും ഞങ്ങൾ അവിടെ കിടന്ന് ശാലന്റെ മക്കളെ അതേപോലെ 105 വയസ്സായി പഴയ പള്ളിക്ക് ഞങ്ങളുടെ മാർക്കറ്റാണ്. മത്സ്യത്തൊഴിലാളി മത്സ്യം എവിടെയുണ്ടോ അവിടെയാണ് ചെറുകച്ചവടക്കാരുടെ ജീവിതം. മത്സ്യം വിൽക്കണമെങ്കിലും പച്ചക്കറി വിൽക്കണമെങ്കിലും തുണിക്കടയായാലും ഒരു മത്സ്യം വാങ്ങിക്കാൻ വരുമ്പോൾ എല്ലാം ഇവിടെ ഇപ്പൊ ഇവിടെ ഈ കട മാറിയതുപോലെ ഇപ്പോഴും കുറെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ കട മാർക്കറ്റ് എവിടെയാണെന്ന് പറയാം. പരിഷ്കരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സ്മാർട്ട് സിറ്റി വർക്ക് നടക്കണം, വികസനം നമ്മുടെ നഗരത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ചെറിയ കുഴിക്കുണ്ട് ഞങ്ങൾ സഹിക്കുന്നത് സഹിച്ചു. പക്ഷെ ഞങ്ങളെ ചവിട്ടാനും ഒരു പരിധിയുണ്ട്. ഓക്കെ, നിങ്ങളൊരു വീട് 5 നാൾ കെട്ടിയ ഓക്കെ, നിങ്ങൾ കെട്ടി തന്നത് കോർപ്പറേഷൻ എന്നിട്ട് നിങ്ങളൊന്ന് 5 നാൾ കെട്ടുന്നത് നിങ്ങൾ സമ്മതിക്കൂ? എന്തെടുത്താനാണ് മൂല്യമുള്ളത്? കള്ളത്തരം പറയുന്നത്. കച്ചവടക്കാർ കെട്ടിയെന്ന് പറഞ്ഞു. ഇപ്പം അവർക്ക് അധികാരമുണ്ട്. പോലീസിന് വിളിച്ചാൽ പോലീസ് വരും, കോർപ്പറേഷന്റെ ടീമിനെ വിളിച്ചാൽ കോർപ്പറേഷൻ ടീം വരും. അവർക്ക് അതുകൊണ്ട് എന്ത് ഗുണ്ടായുസം കാണിക്കാം? ആ ഒരു ഗുണ്ടാരാജ്യം നടക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് മനസ്സാക്ഷിയുള്ള ഒരു ഭരണസമിതി ആണെങ്കിൽ, അധികാരികളാണെങ്കിൽ അവരോട് പറഞ്ഞ് നോട്ടീസ് ചെയ്യുക ഒന്ന്. അല്ലെങ്കിൽ അവർ വന്ന അവസ്ഥ എന്താണ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സൊല്യൂഷൻ കണ്ടെത്തണം. ഇവരാരും പുറംപോയി കിടന്നവരല്ല. മേളുടെ കടയും കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റാതെ എല്ലാം ചേർന്ന് താഴെ കെട്ടിവെച്ചതാണ്. നിങ്ങൾ മേലെ വന്ന് കയറി നോക്കി. നിങ്ങൾ 2 പേര് 2 മീഡിയക്കാര് അതിൽ നടക്കാൻ പറ്റും നോക്കണം. 3 ലെയർ കെട്ടാനുള്ള കടയ്ക്ക് 4 ലെയർ 10 അങ്ങോട്ടും ഇങ്ങോട്ട് 10 ലെയർ കച്ചവടം കട കിട്ടിയത് ഒരു ഇല്ല. ഞങ്ങൾ അന്നേ പറഞ്ഞു ഞങ്ങൾ വികസന വിരോധികളും. ഞങ്ങൾ സംസാരിക്കുന്ന ഞങ്ങൾ വികസന വിരോധികളും പൈസയും അധികാരമുള്ള അവരുടെ ഞങ്ങളുടെ ഉപജീവനം സംരക്ഷിക്കും. അതുകൊണ്ട് ഞങ്ങൾ ജീവൻ കൊടുക്കണമെങ്കിൽ ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല. ഈ ബിൽഡിംഗ് കെട്ടിയത് കോർപ്പറേഷൻ ചേർന്നു. ഒരു വർഷമായേ ഉള്ളൂ. ഇവിടെ മാറ്റി 1 വർഷം അവസാനമുള്ള ചെറുതുള്ള പ്രവർത്തനം ഞങ്ങൾ വേണം. ഞങ്ങൾക്ക് ഉപജീവനത്തിന് മാർഗം എന്ന രീതിയിൽ ഞങ്ങൾ സ്മാർട്ട് സിറ്റി സഹകരിക്കുന്നു. പക്ഷേ ഞങ്ങളെ ഇപ്പൊ അനധികൃതം എന്തിനാണ് പ്രവർത്തനം ചെയ്യുന്നത്? ഞങ്ങൾ എന്തെങ്കിലും കെട്ടിയെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കച്ചവടക്കാർ ഉള്ളുപോലും ആവശ്യത്തിനാണ് അനധികൃതമാണ്, ഗുണ്ടായിസമാണ്, കച്ചവടക്കാർ വെട്ടിവെക്കുകയെന്ന് പറയുന്നത്. എല്ലാം ചെയ്ത് നിങ്ങളല്ലേ ചെയ്തത്? ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത പുരോഗമനത്തിന് വികസനത്തിന് ഞങ്ങൾ സഹകരിച്ചത് തെറ്റാണ്.
കണ്ട സമയത്ത് ഓരോരുത്തരും ഞങ്ങളെല്ലാം 10-25 കൊല്ലം കൊണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളാണ്. ഞങ്ങൾക്കെല്ലാം അനുവദിച്ച കടകളല്ല ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇവിടെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടം ഈ മാർക്കറ്റ് പിടിച്ചവരും ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥർ, അതിൽ മെയിനായിട്ട് താര എന്ന പേരുള്ള ഒരു ഉദ്യോഗസ്ഥ, അവരും കൂടെ ചേർന്ന് ഇവിടെ ഇതിനെ വീണ്ടും ഷഫിൾ ചെയ്തിട്ട് ഈ പണ്ട് മുതലേ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഏറ്റവും അകത്തുള്ളിലോട്ട് അവരെ ജീവിതമേ ഇല്ലാതാക്കി, ജീവിത മാർഗമേ ഇല്ലാതാക്കി. രണ്ടാഴ്ച അല്ലാതെ ഇവിടെ വേറെ ഒന്നും നടക്കുന്നില്ല. ഞങ്ങളാണ് ഇത് പരാതി കൊടുത്തിരുന്നത്. ഇത്രയും വർഷം കൊണ്ട് ഇത് തുടങ്ങിയ അന്ന് മുതൽ കൊടുത്ത പരാതിയിൽ ഇപ്പോഴാണ് നടപടി ഉണ്ടായത്. ഇനിയുണ്ട് ഈ മാർക്കറ്റിനകത്ത് നിങ്ങൾ ആ കയറി നോക്കി നോക്കും, നിങ്ങൾക്ക് അതിനകത്ത് ശ്വാസം കിട്ടുമോ നോക്കി നോക്കും. ഞങ്ങളുടെ സ്വന്തം ചെലവിൽ ഞങ്ങൾ കാശ് കൊടുത്താണ് അതിനകത്ത് 3 എക്സസ് വാൻ വാങ്ങിച്ച് വെച്ചേക്കുന്നത്. കാരണം അതിനകത്ത് ഇരിക്കാൻ വഴിയില്ല. ഇപ്പൊ എന്റെ അച്ഛനോ അല്ലെങ്കിൽ ഞങ്ങളെ സ്റ്റാഫോ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവരൊക്കെ പേഷ്യൻസാണ്. ഞാൻ ഉൾപ്പെടെ പേഷ്യൻ്റാണ്. കാരണം ഞങ്ങൾ ഇതിനകത്ത് നിന്ന് പല അസുഖങ്ങളാണ്. ഞങ്ങളെ എല്ലാം ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കെട്ടിടം കെട്ടിയിട്ടേക്കുന്നത്. 18-20 കോടി രൂപയാണ് ഇതിനുവേണ്ടി മുടക്കിയിരിക്കുന്നത്. ഞങ്ങൾ എത്രയും വർഷം ഞങ്ങൾ ഗവൺമെന്റ് ടാക്സ് അടച്ച് എത്രയും വർഷം കൊണ്ട് ഈ വേസ്റ്റിനകത്തും ഈ നാട്ടത്തിനകത്ത് നിന്ന് ഞങ്ങൾ കച്ചവടം ചെയ്ത് ഞങ്ങൾ വന്നത്. അപ്പൊ ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾക്ക് നല്ലത് ഈ ഇരിക്കുന്ന കടകളെല്ലാം ശരിക്കും പറഞ്ഞ ഒരു കട എന്ന് പറയുന്നത് 2 കട തന്നാൽ പോലും ഞങ്ങൾക്ക് തികയില്ല ഒരു കച്ചവടക്കാരന്. അത്രയ്ക്കും ചെറിയ ഒരു കുടിശ് മുറിയാണ് തന്നിരിക്കുന്നത്. ഇതിനകത്തിരുന്ന് എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്? നിങ്ങൾ അതിനകത്തൊന്ന് കയറുന്നുണ്ട്. ഇതിനിടയിൽ ഇതിനകത്ത് ഞങ്ങൾക്ക് കോഴി കൂട് വയ്ക്കണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഈ മാർക്കറ്റിന്റെ ബന്ധപ്പെട്ട് അവരാണ് പറഞ്ഞിട്ടുള്ളത് അകത്ത് സൗകര്യം ഇല്ലെങ്കിൽ പുറത്ത് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പുറത്ത് തന്ന സൗകര്യത്തിൽ ഞങ്ങൾ കൂടുതൽ വെളിയിൽ വെച്ചിരുന്നതിനാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് എല്ലായിടത്തോണ്ട് പോയത്. ഞങ്ങൾ എത്ര ലക്ഷം രൂപയുടെ സാധനം പറയാൻ പോയത്. ഈ കാശൊക്കെ ആര് തരും? അവരൊക്കെ നേരത്തെ പാവപ്പെട്ടവന്റെ നെഞ്ചിൽ കുടിയേറാം. പാവപ്പെട്ടവന്റെ നെഞ്ചിൽ കുടിയേറാം. എന്തെന്നറിയോ? ഇവരൊക്കെ നാളെ പോയി എവിടെ പോയി ഇവരൊക്കെ എവിടെ പോയി എന്ത് ചെയ്യും? ആ സമാനം അവന്റെ വീട്ടിൽ നേരത്തെ ജീവിക്കാൻ നിവർത്തിയില്ല. അവന്റെ സ്കൂളിലെ കുട്ടിക്ക് ഫീസ് അടയ്ക്കാം. ഒരു പാലിന് വില കൂടി, പെട്രോളിന് വില കൂടി, ഗ്യാസിന് വില. ഇതൊക്കെ ആ സമാനം പറയും. ജീവിക്കാണ്ട് വഴിയോര കച്ചവടത്തിൽ എല്ലാം നടക്കും. വഴിയോര കച്ചവടം കയറിക്കൊണ്ടിരിക്കുന്നു. പാളയം മാർക്കറ്റ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി ഒരു മാസം കൊണ്ട് 16,000 രൂപ വേതനോട് മനസ്സിലുണ്ട്. 16,000 രൂപയാണ് കടക്കാശ് കടവാട എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ 16,000 രൂപയാണ് ഞങ്ങൾ കച്ചവടം ചെയ്യാം. പോകാത്തതിന് കാരണം തലമുറയായിട്ട് ഞങ്ങളിവിടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന രാജാവിന്റെ കാലത്ത് രാജാവ് മാർക്കറ്റാണ്. കടക്കാശ് പിരിച്ചിട്ടുള്ള ഒരു പാളയം പള്ളിയാണ്. ഞങ്ങളുടെ നടക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കോർപ്പറേഷന്റെ കയ്യിലിടുന്ന അവിടെ തുടങ്ങിയതാണ് ഇത്. ഈ മാർക്കറ്റ് നോക്കിയിട്ട് ഇപ്പൊ മത്സ്യ കച്ചവടം, ഇത് മത്സ്യ കച്ചവടത്തിന് വേണ്ടി തിരുവനന്തപുരത്തിന്റെ ആദ്യത്തെ മാർക്കറ്റാണ്. മത്സ്യ കച്ചവടത്തിന് വേണ്ടി കൊടുത്തത് 200 കച്ചവടക്കാരുണ്ടായിരുന്നു ഇതിനകത്ത്. ഇപ്പൊ ആരുണ്ട്? 300 ഇപ്പൊ ആരുണ്ട്? ഇതിനകത്ത് 120 സ്ക്വയർ 200 സ്ക്വയർ ഫീറ്റിനകത്ത് ഈ കടയ്ക്കകത്ത് ആര് കയറും? എയർ സർക്കുലേഷൻ ഇല്ല. അപ്പൊ ഈ അധികാരികൾ ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഇത് ചെയ്തത്? ഞങ്ങള് അടിച്ചോടിക്കാം. ഇത് ഗുണ്ടായിസം. ഇത് തന്നെ ഇത് ഗുജറാത്ത് മോഡൽ. ഇവൻ പറഞ്ഞത് കറക്റ്റാണ്. ഇത് ഗുജറാത്ത് മോഡൽ തന്നെ. അവൻ എന്തൊരു നഗരപിതാവാണ്. ഈ സാധനത്തിലേക്ക് വീടെടുത്തു. ഇതൊക്കെ വീടെടുത്ത് ഈ സാധനം കൊണ്ട് കളയാൻ പറ്റിയാണ്. പെട്ടെന്ന് പൊളിച്ചു മാറ്റിയില്ല. ഒരു പേപ്പർ എടുത്ത പേപ്പർ കൊടുത്തായിരുന്നു ജോലിയില്ല. അയാൾക്ക് എത്ര നഷ്ടമാണ്. ഇന്നലെ ജോലികളെ ഗ്യാസിന്റെ വില കൂട്ടി. വിദേശ സർവീസ് സ്റ്റോപ്പ് ചെയ്യാം. ഇൽമയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വലിയ